ഷൈനിയുടെ മോന്റെ മാനസിക നില ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകാം ആ കുഞ്ഞ് ഏത് രീതിയിൽ കൂടെയുള്ള മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങും നല്ല രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ടും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ അഫാനെ പൊക്കിക്കൊണ്ട് ഒരുപാടിടത്ത് നടക്കുന്നുണ്ട്, പിന്നെ തെളിവെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ. അപ്പൊ എല്ലാവരും അവനൊരു കൂസലുമില്ല, നടക്കുന്ന കണ്ടോ മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവനും എത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇമോഷണൽ സപ്പോർട്ട്സും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഈ കുഞ്ഞിന് ഞാൻ വിചാരിക്കുകയാണ്, ആരാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിന്റെ അമ്മയുടെ ഫാമിലി ഒരിക്കലും പോവില്ല. അച്ഛന്റെ ഫാമിലി ആണെങ്കിലും ഈ ഒരു കാര്യം ഒന്നും റിയലൈസ് ചെയ്ത് അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഷൈനിയും കുഞ്ഞുങ്ങളും ഇത്രത്തോളം ക്രൂരത അവിടെ അനുഭവിച്ചു. അപ്പം ഈ ഒരു മോൻ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളൊരു കാര്യം ശരിക്കും നമ്മൾ ആരെങ്കിലും റിയലൈസ് ചെയ്തിട്ട്, പള്ളിക്കാരാണെങ്കിലും ആരാണെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവന്റെ മാനസിക നില തകർന്ന് അവൻ ഒരു ഏത് രീതിയിലായി പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.